കഴിഞ്ഞ ദിവസം നമ്മുടെ കൊച്ചു കേരളത്തിൽ നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ പലർക്കും എന്താ പറയുക, വാർത്തകളോടൊപ്പം തന്നെ അതിവേഗത്തിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു ഭീകരാവസ്ഥയോട് നീങ്ങുകയാണ്. അതുകൊണ്ട് നിപ്പ വൈറസിനെ കുറിച്ച് നമ്മൾക്ക് കുറച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ, അതിനനുസരിച്ചുള്ള ഒരു ബോധവൽക്കരണം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നിപ്പ വരുന്നത് തടയാൻ പറ്റും. എന്താണ് നിപ്പ വൈറസ്? മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കും ചിലപ്പോൾ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും പകരുന്ന ഗുരുതരമായിട്ടുള്ളൊരു വൈറസ് രോഗമാണ് നിപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നമ്മുടെ തലച്ചോറിനെയും ശ്വാസകോശത്തെയും മറ്റ് അവയവങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് നിശബ്ദമായി കയറി എല്ലാം നശിപ്പിക്കുന്ന ഒരു അതിഥിയെ പോലെയാണ് ഈ നിപ്പ. നിപ്പ വൈറസ് എവിടെ നിന്നാണ് വരുന്നത്? നമുക്കറിയാം, പഴം തീനി വവ്വാലുകളാണ് നിപ്പയുടെ ഒരു സ്വാഭാവിക വാഹകർ. ഈ സ്വാഭാവിക വാഹകർക്കുള്ളിൽ ഇവർ അസുഖമൊന്നും ഉണ്ടാക്കില്ല, അവരിൽ നോർമലായിട്ട് ജീവിക്കും. പക്ഷേ ഈ വൈറസ് വവ്വാലുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു കാരണവശാൽ മനുഷ്യരിലേക്ക് പ്രവേശിച്ചാൽ അതെന്താവും? അത് അസുഖമായിട്ട് മാറും. അപ്പോൾ ഈ നിപ്പ എങ്ങനെയാണ് പകരുന്നത്? ഇപ്പോൾ വവ്വാലിൽ മലിനമാക്കിയ പഴങ്ങൾ, ചിലപ്പം രോഗബാധിത മൃഗങ്ങളുമായിട്ടുള്ള സമ്പർക്കം, പിന്നെ രോഗം ബാധിച്ചിട്ടുള്ള രോഗികളുമായിട്ടുള്ള വളരെ അടുത്ത സമ്പർക്കം, ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് ചാടുന്ന കള്ളനെ പോലെയാണ് ഈ ഒരു വൈറസ് എന്ന് പറഞ്ഞാൽ. കോവിഡിൻ്റെ ഒരു ഭീതിയിലായിരുന്നു പലരും കുറേ വർഷങ്ങൾക്ക് മുമ്പ്. കോവിഡിനെ പോലെ ആണോ ഈ നിപ്പ വൈറസ് പകരുന്നത്? ഇത് വായുവിലൂടെ പകരുന്ന രോഗമല്ല. കോവിഡ് പെട്ടെന്ന് പകരും, അതുപോലെ നിപ്പ പകരൂല. വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു സമ്പർക്കം ഉണ്ടെങ്കിലേ ഇത് പകരുള്ളൂ. വൈറസ് രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പനി, തലവേദന, ശരീരവേദന, തലകറക്കം, ഛർദി, ക്ഷീണം തുടങ്ങിയവയൊക്കെയാണ് ആദ്യം കാണിക്കുക. നിപ്പ എന്തുകൊണ്ടാണ് കൂടുതൽ അപകടകാരിയാവുന്നത്? കാരണം ഈ നിപ്പ വൈറസ് നമ്മുടെ തലച്ചോറിനെ ആക്രമിക്കും എന്നുള്ളത് കൊണ്ടതാണ്. തലച്ചോറിൽ നീർവീക്കം ഉണ്ടാക്കും, കോമ ഉണ്ടാക്കും, ചിലപ്പോൾ മരണം വരെ സംഭവിച്ചെന്ന് വരാം. നിപ്പയ്ക്ക് എന്തെങ്കിലും മരുന്നോ വാക്സിനോ ഉണ്ടോ എന്നുള്ളതാണ്. അംഗീകൃതമായിട്ടുള്ള ഒരു വാക്സിനും ഇപ്പോൾ നിലനിൽപ്പില്ല, പ്രത്യേകിച്ച് മരുന്നുമില്ല. നേരത്തെ ചികിത്സ ലഭിച്ചാൽ രക്ഷപ്പെടാനുള്ള സാധ്യത കൂടും. അപ്പോൾ നിപ്പ എങ്ങനെ നമുക്ക് തടയാൻ പറ്റും? നമ്മളിപ്പോൾ പഴങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ ശരിയായി നന്നായിട്ട് കഴുകുക, തോൽ കളഞ്ഞിട്ട് കഴിക്കുക. വവ്വാലോ മറ്റ് മൃഗങ്ങളോ കഴിച്ച പഴങ്ങൾ ഒഴിവാക്കുക. കൈകൾ പലപ്പോഴായിട്ട് സോപ്പ് ഉപയോഗിച്ച് ശരിക്ക് കഴുകുക. രോഗികളുമായിട്ടുള്ള അടുത്ത സമ്പർക്കം ഒഴിവാക്കുക. എപ്പോഴാണ് ആശുപത്രിയിൽ പോകേണ്ടത്? ഇപ്പോൾ രോഗിക്ക് പനിയുണ്ട്, ശക്തമായിട്ട് തലവേദനയുണ്ട്, തീർച്ചയായിട്ടും ആശുപത്രിയിൽ പോകണം. പനിയും ആശയക്കുഴപ്പവും, കൺഫ്യൂഷൻ ഉണ്ടാകുന്നൊരവസ്ഥ, പനിയും ശ്വാസം മുട്ടലും, പിന്നെ നിപ്പ രോഗികളുമായിട്ട് എന്തെങ്കിലും സമ്പർക്കത്തിൻ്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിലും പോകണം. എനിക്ക് ഓരോ മലയാളിയോടും പറയാനുള്ളത്, നിങ്ങൾ ഭയപ്പെടരുത്, അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കരുത്, ആരോഗ്യ വകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ നേരത്തെ ചികിത്സ തേടുക. നിപ്പയേക്കാൾ വേഗത്തിൽ ഭയം പടരും, ഭയത്തേക്കാൾ വേഗത്തിൽ അറിവ് പകർത്താം. നിപ്പ ഗുരുതരമാണ്, പക്ഷെ അറിവും ജാഗ്രതയും നമ്മുടെ ജീവൻ രക്ഷപ്പെടുത്തും. പഴങ്ങൾ കഴുകുക, തോൽ കളയുക, ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടുക.